ഇന്നത്തെ വീഡിയോ ഏതായാലും സത്യം പറയുകയാണെങ്കിൽ പന്തം കണ്ട പെരിച്ചായിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി. അതേപോലെയാണ് ഇന്നത്തെ എൻ്റെ പ്രകടനം. ഈ പ്രകടന പത്രിക ഇറക്കേണ്ട എങ്ങട്ടാന്നല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും നിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നമുക്ക് ഇതിൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണ്, എന്ത് കാര്യമാണെങ്കിലും ഇനി കുയിന്താണെങ്കിലും കുന്നായ്മയാണെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ബാക്കി കാര്യം. ഞങ്ങൾ പോന്നോളിട്ടോ. രാവിലെ തന്നെ ഞാനങ്ങോട്ട് തുടങ്ങിയേക്കണ്. അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നക്കൂട് പയ്യാനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ ഇപ്പം നമ്മളെ പരസ്യം പറയുമ്പോഴാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാകുക. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. രാവിലത്തെ പണി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചോറ് ചായ കടി കറി അടിച്ചുവരൽ പാത്രം കഴുകൽ തുടക്കലും അടിക്കലും എന്നല്ലൊക്കെ പറഞ്ഞാർക്ക് അതേപോലെ തന്നെയാണ് പരിപാടികൾ. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ കാലത്ത് ചോറും കൂട്ടാനൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചോറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരിയാണ് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഉപ്പേരി അറിയണമെങ്കിൽ സാധാരണ നമുക്ക് വാഴക്കോല ഉണ്ടാകുമ്പോൾ വാഴക്കുപ്പേരി തന്നെയാണ് ഏകദേശം. വാഴക്ക ഉപ്പേരി വാഴക്ക കറി, വാഴക്ക ഉപ്പേരി, ഇനി വാഴക്ക പായസം വെക്കാൻ പറ്റുമെങ്കിൽ വാഴക്ക പായസം, അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പം കായ്ക്ക് തീരെ വിലയില്ല കേട്ടോ. നമ്മളെ നേന്ത്രക്കായ്ക്കൊന്നും വലിയ വിലയൊന്നുമില്ല. നമ്മളങ്ങനെ ഉണ്ടാക്കണ അത്ര തന്നെ ഉള്ളൂ. ഏതായാലും ഇനി ഇതാക്കണേ. എൻ്റെ ചോറൂറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് പരിപാടിയാണ്. 9:45 ബസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ പരിപാടികൾ തീർത്ത് വെക്കണം. അങ്ങനെ പരിപാടികളൊന്നും തീർത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്താവും, നമ്മൾ പോയി വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തലവേദനയാവും. കഴിവതും എങ്ങോട്ടെങ്കിലും ഒരുങ്ങി കിട്ടി പോകാനുണ്ടെങ്കിൽ അടുക്കളയത്തെ പണികൾ ഒരുക്കിയിട്ട് ഇങ്ങോട്ട് പോകട്ടെ. അകത്തത്തെ അടുക്കളയത്തെ വീട്ടിലത്തെ പണികൾ ഒരുക്കിയിട്ട് പോകുകയാണ് ഏറ്റവും നല്ല. നമ്മളെ വീട്ടമ്മമാർക്ക് സംബന്ധിച്ചിടത്തോളം ആ തലവേദന കുറക്കാൻ ഏക മാർഗം ഇത് മാത്രമേ ഉള്ളൂ. ഒന്നാമതിപ്പോൾ നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അറിയാലോ, നല്ല തലവേദന എടുക്കും. പുറത്തിറങ്ങാത്തവർ പിന്നെ ഇറങ്ങുമ്പോൾ ഭയങ്കര തലവേദനയും അതൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാട്ടോ. ഞാൻ അധികം അങ്ങനെ പുറത്തൊക്കെ ഒന്നും ഇറങ്ങലില്ല. നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാമെന്നല്ലാതെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവർക്ക് ഇതാ ഇങ്ങനെയൊക്കെ പറയാം. അപ്പം ഞാൻ എൻ്റെ പണികൾ ഒരുക്കട്ടെ കേട്ടോ. 9:45 പെട്ടെന്ന് പണികൾ ഒരുക്കണം. അപ്പോൾ ആ പോത്തിന് വെള്ളം കൊടുക്കാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടി കഴിച്ചെടുക്കണം. കൂലിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ പണി ഇഷ്ടം പോലെ മുട്ടോളം പണിയുണ്ട്. അപ്പം ഞാനിതൊക്കെ കണ്ട് എടുത്തേക്കട്ടെ. പിന്നെ ഈ ഒരു ഫസ്റ്റ് മുറ്റം നല്ലപോലെ അടിച്ചു വാരിയതാണ്. ഇത് 2ാം വട്ടം അടിച്ചു വാരലാണ് കേട്ടോ. അകപ്പാടെ പെരുന്നുകൊണ്ടാണ്. ഏതു നേരം ഈ ഒരു അടുക്കള മുറ്റം എറാമ്പുറം എന്ന് പറയും. പണ്ടൊക്കെ എറാമ്പുറം എന്ന് പറയും. ആ വീടിൻ്റെ ബാക്കത്തെ ഭാഗത്തിന് എറാമ്പുറം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ അടുക്കള ഭാഗത്ത് എപ്പോഴും കച്ചറ വിച്ചറയിക്കാരം. അപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരിയിടട്ടെ, ഒന്ന് വൃത്തിയാക്കിയിടട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ പോയി വരുമ്പോഴത്തിന് പിന്നെയും ചളിയാവും. പൊടിയും മണ്ണും കരിയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെയും കേടുവരും. അപ്പോൾ പൊടിയല്ലേ. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് അടിച്ചു വാരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് അടിച്ചു വാരി പോണത്. ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഇനി പോത്തേക്കൊന്ന് വെള്ളം കൊടുക്കാണ്ട് അതിൻ്റെ മുന്നേ അകം കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇവരെ കൊണ്ട് അടിച്ചു വാരിപ്പിക്കണം. ഇന്നേതായാലും ഒരാൾ പോയിട്ടുണ്ട്, ഒരാൾ ഇവിടെ ഉണ്ട്. ഓള് ആരെങ്കിലും ഒന്ന് അടിച്ചു വാരിക്കോളും. ഉണ്ണിമോക്കൊന്ന് പരീക്ഷയില്ലത് കാരണം മോള് പോയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞാറ്റയാണ് ഇവിടെ ഇല്ല കേട്ടോ. 10ാം ക്ലാസ്സിന് പരീക്ഷ തുടങ്ങിയതല്ലേ. അപ്പോൾ 8ാം ക്ലാസ്സിന് ഇപ്പം അല്ലെങ്കിൽ ഉച്ചവരെ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സേ ഇല്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. ഏതായാലും 36 ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 3 പണിക്ക് പോയിട്ടുണ്ട്. കണ്ണൻ ഇന്ന് മിൽമേൽ അവന് ചെറുതായിട്ട് ഒരു ഡ്രൈവറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മറ്റേ ഒരു പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയും. ചിലപ്പോൾ ദിവസമൊക്കെ അങ്ങനെ പോകും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ അറിയുന്ന ഏതെങ്കിലും ആശുപത്രിയിലൊക്കെ ഒരു OT-ൻ്റെ ഒഴിവുണ്ടെങ്കിൽ ഒന്നും പറയാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് അറിയണത് ആരെങ്കിലുമൊക്കെ അപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒന്ന് ചോദിച്ചും പറഞ്ഞിട്ടോ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം. നമ്മളെ ഇൻസ്റ്റാഗ്രാമും നമുക്ക് ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ ഈ ഒരു പേര് തന്നെയാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ ഏതായാലും ഒക്കെ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. ഇന്നത്തെ കാര്യം അങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുളി ദേവാരം ഷടപട ചെയ്യുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മമ്പാട് ഹൈക്കേ ഹാളിലാണ് നമ്മളെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ചിലവരെങ്കിലും വിചാരിക്കൂലേ, ഇപ്പോൾ ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കണം. കാരണം കുറേ പെണ്ണുങ്ങളെ തലകളാണ് ഇല്ലത്, സ്ത്രീകളെ തലകളാണ് ഇഷ്ടംപോലെ ഉള്ളത്. ഒന്നെങ്കിൽ അയൽക്കൂട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇക്കാര്യം നടന്നുകൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് കേട്ടോ. ഞാനിതാക്കണം ഈ ജീവിതത്തിൽ ഇതൊന്നും ആകൂല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. വലിയ കൊമ്പത്തെ പരിപാടിയൊന്നുമല്ല. ഞാനും അയക്കുന്നുണ്ട് ചെറിയൊരു ADS. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പന്തം കണ്ട് വിരിച്ചായിൻ്റെ കണക്കായിട്ടുണ്ട് ഞാൻ. ഇതിലിപ്പോൾ ഇതിപ്പോൾ കൂടിയാലെന്താണ്, ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ഒരു അന്തം കുന്തം ഇല്ലാതെയാണ് ഇതൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അത് വേറെ കാര്യമുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. CDSൻ്റെ വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ എടുത്തത്. ഇതിൻ്റെ കിടപ്പുവശം കാര്യങ്ങളൊന്നും അറിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ പോകെ പഠിച്ചുകൊണ്ട് നിൽക്കണം. ഇതിൽ നിന്നാൽ എന്താ ഗുണമുള്ളത്, നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും
ഒന്നും അറിയൊന്നുമില്ല. ഏതായാലും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ 21 കൊല്ലമായി ഇവിടെ നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട്. അന്ന് ഞാൻ ഒന്നും പഠിക്കാതെയൊക്കെയാണ് വന്നിട്ടുള്ളത്. പകുതിയും മുക്കാലും ഫുള്ളായിട്ടും ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അതേപോലെ തന്നെ ഇതിൽ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇതൊക്കെ മനസ്സിലാകുമല്ലേ. അപ്പോൾ ഏതായാലും എന്നെക്കൊണ്ട് കഴിയണം, ഇന്നെക്കാട്ടും ഒരു 100% എന്നല്ല 99% എന്നെക്കൊണ്ട് കഴിയണതൊക്കെ ഞാൻ ഇതിൽ പ്രവർത്തിച്ച് കാണിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ADS. എനിക്ക് അറിയില്ല കേട്ടോ, അറിയണമെങ്കിൽ ADSമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ. ഏതായാലും ഞാനും ഇതിൽ അംഗമായിട്ടുണ്ട്. അപ്പം ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിഷയം പറയുന്നത്. ഇതാണ് നമുക്ക് ഒരു എന്താ പറയുക ഒന്നും അറിയില്ല കേട്ടോ. ഇതിൽ ഇറങ്ങിയിട്ട് ഒന്നും അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മുരടിച്ച് പോകുകയല്ലേ, ഒരു മണ്ടരി ബാധിച്ച തെങ്ങിൻ്റെ പോലെയാവും നമ്മൾ. അപ്പോൾ എല്ലാത്തിലും ഇറങ്ങി നിൽക്കാം. ഏതായാലും നോക്കാം. അങ്ങനെ ഞാനിതാക്കണ ആ ഹാളിൽ ഇരുന്നിട്ട് എൻ്റെ ഒപ്പം ഇരിക്കണവർ കയ്യെട്ടി മറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇവരും കയ്യെട്ടണമെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ സീരിയസിനെ തിരഞ്ഞെടുത്താണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് തന്നെ നമ്മൾ സീരിയസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചെയർപേഴ്സണോ വൈസ് പ്രസിഡൻറ്റോ അങ്ങനെ എന്തൊക്കെയോ ഒരു പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് പാടെ ഞാൻ അവിടെ മാലയിടാനും കാര്യങ്ങളൊക്കെ നിന്നൊന്നുമില്ല. ഞാൻ 2 മണീൻ്റെ ബസ്സിന് പെട്ടെന്ന് തിരിച്ചു പോരാമെന്നാണ് വിചാരിച്ച്. നമുക്ക് പോത്തിനെ കൊണ്ടാകാൻ ചിലപ്പോൾ ആളില്ലെങ്കിൽ നമ്മൾ ആവശ്യമായിട്ട് വരും അവിടെ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചെല്ലട്ടെ. ഇപ്പോൾ ബസ് വരും കേട്ടോ, ഒരു 2 മണിയാകുമ്പോഴത്തേനും ബസ് വരും നമ്മളടുത്തുള്ളത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് കുറച്ച് നേരം വൈക്കുണ്ട്. അപ്പോൾ ഇത്തിരി നേരം ഞാൻ കാത്തു നിന്ന് അങ്ങനെ ബസ്സിൽ അള്ളിപ്പിടിച്ച് വന്നപ്പോൾ ഒത്തിരി നേരം ഒരുപാടായിട്ടോ. ആ ബസ്സിൽ ഉണ്ണിമോളും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഓളെയും കൂട്ടി പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പോരുന്ന പോരൽ നമുക്ക് കറിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ, ഉപ്പേരി മാത്രമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അച്ചാറൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വെയിൽ പറഞ്ഞാൽ നല്ല തല പൊള്ളണ വെയിലാണ്. ചില ഭാഗത്തൂടെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതായിട്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ മഴ വന്നെങ്കിൽ ഇപ്പോൾ ഇല്ല ഒരു പ്രാർത്ഥനയൊക്കെ ഒത്തിരി മഴ പെയ്തെങ്കിൽ നമ്മൾ പോത്താക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഉണ്ടാകുമല്ലോ എന്നാണ് അങ്ങനെ ഉള്ളത്. ഏതായാലും ഞാൻ ഇത്തിരി ചോറ് തിന്നട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ മാത്രമേ പോന്നിട്ടുള്ളൂ. എൻ്റെ തുണക്കാരൊക്കെ അതാക്കണം അവിടെ തന്നെയുണ്ട്. മാലാടൽ, സ്വീകരണം, ജാഥവിളി എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ ഒരു 10 മണിക്കാണ് ഹാളിൽ കയറി ഇരുന്നിട്ട് 2-2:30 ആയപ്പോഴാണ് തിരിച്ചിറങ്ങണത്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ പണികളും ഒതുക്കി പോയപ്പോൾ ഇതിനൊന്നും തിന്നാനും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നോലുമ്പം കാലമായതുകൊണ്ട് ഹോട്ടലോ കൂൾബാറോ ഒന്നും തുറക്കുകയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പം നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും അവിടെ ഇല്ല. പിന്നെ ജയിച്ചോൽ, ജാഥവിളി, അങ്ങനെ മാലട്ട് കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കാതെ ഓടി പോകുന്നതാണ്. അപ്പം ഞാൻ ഈ മാങ്ങച്ചാറും കൂട്ടി ഒന്ന് ചോറ് തിന്നിട്ട് നല്ലൊരു മാങ്ങച്ചാറ് ചെയ്യുന്നത് നല്ല ഏരിയയില്ല. സൂപ്പർ നോവൻ്റെ എല്ലാം അടിപൊളിയാണല്ലോ. മുളകും പൊടിയൊക്കെ ആണെങ്കിൽ നല്ല ഏരിയയിൽ കുത്ത് കാക്കണ ചവിട്ടി വടിയോണ്ട് കുത്തടി കുത്തടി ലൈലക്ക കുത്തും തലേ ഏതാ കുത്തുറതേ. ഇപ്പൊ ഒന്ന് വെറുതെ ചാടിച്ച് വേറെ കുത്തത് വേറെ കൊയിച്ചടിക്കല്ലേ. എന്തൊരു പെണ്ണാജി, കുത്താനും അറിയില്ല എന്നാ കുത്തിച്ചടിച്ചിട്ടാണ്. അത് അരിമണി ഇന്നലെ ഉണ്ടാക്കിയത് അരിമണി. കുത്തിയോ? ഇതാണ് നിങ്ങളത്. നിർത്തി പൈക്കാണ് ഞാൻ പാടുന്നേ. ഓടൊക്കെ പൊട്ടിച്ച് അല്ലേ അടിക്കണം. അങ്ങനെ അടിക്കേ ഉണ്ടാവും. മൂക്കടി പൂടടി കായ്ക്കടി
നോക്ക നോക്കേ അവിടെ നോക്കി നോക്കടേ കണ്ടോടി മാറിക്ക് അല്ല എന്തായിന്നല്ലത് തല്ലോള വെട്ടി നുറുക്കണോള അപ്പോൾ പേടിച്ചുണ്ടായിക്കോളും. അങ്ങനെയാണ് അച്ചച്ചൻ പറഞ്ഞത്. തേങ്ങയല്ലടി മാങ്ങയടി ഉണ്ടാക്കി തെങ്ങുമ്പോ തേങ്ങ ഉണ്ടായാലേ തല്ലോള വെട്ടിയിരുന്നോളെ. ഓൾ പൂത്തിട്ടില്ലെങ്കിൽ അടിയേക്കാരം. അടിയോട് അടിയും. എന്നിട്ട് അടിച്ചിട്ട് ഓളെ നമ്മളെ വണ്ടിയിൽ പോയി തല്ലോളെ. തല്ലോളെ തകർക്കോളെ. ഓള് തീരെ പൂക്കണില്ല. എല്ലാരും പൂത്ത് കാച്ച് തല്ലടി തല്ല് വളരെ വളരടി പൂത്തിട്ടില്ലെങ്കിൽ വെട്ടി ഞങ്ങൾ ഇടുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് പണ്ടുള്ളവര് പറയല്. അതിനെ അടിച്ചടിച്ചൊരു കായ് ഉണ്ടായി കായ് അതിന് കാട്ടിയെടുക്കണ്ട, അത് കാട്ടിയെടുക്കണ്ട. അപ്പം അങ്ങനെയാണ് ഇല്ലത്. അപ്പം അങ്ങനെയാണ് പഴമക്കാര് പേടിപ്പിച്ച് നിർത്തിയാൽ കായ് ഉണ്ടാവും. അടി ആ താത്താൻ്റെ ആ മാവടി ഒരു മാങ്ങ ഉണ്ടായിണ്ടോ, കുഞ്ഞാസ് മാങ്ങ. ഒരു മഴ വരുന്നുണ്ടെന്ന് അവിടുത്തെ കിണറൊന്ന് പോയി നോക്കും നമ്മള്. ഞങ്ങളെല്ലാവരും കൂടി കിണർ കാണാൻ പോവുകയാണ്. ആ ഷാളത് കഴിക്കുക. അവിടെ നിന്ന് ഇരുന്നപ്പോഴാണ് തോന്നി ഈ ഷാളയ്ക്ക് ചേർച്ചല്ല. അവിടെ ഒരു കിണർ തീരുന്നുണ്ടോ റെഡ് വിളിച്ചിട്ടാ പോയിരുന്നുള്ള. എന്നിട്ട് മറ്റേ പെണ്ണുങ്ങളപ്പോൾ പോയോ കിണർ ഇതാലേ. ഞാൻ അങ്ങോട്ട് ചാടാൻ നിൽക്കണ്ട പെണ്ണുങ്ങളെ. ഇടിച്ചലല്ല ഇടിയൽ, മണ്ണിടിച്ചൽ. പക്ഷെ വെള്ളം കാണും ഇതില്. ഇടി അങ്ങോട്ട് കൊഴിഞ്ഞ കേട്ടൊന്നും അവിടെ കയറാൻ കൂടി കഴിയൂല. പിന്നെ വെള്ളം കണ്ടതാണ്. കണ്ടിട്ട് പിന്നെ ഒരു നിർത്തി വെച്ചതാ. ഇടിഞ്ഞിട്ടേ കാലം ഉണ്ട്. താത്താക്കൊക്കെ കിണറാണ്. താത്താക്കൊക്കെ കിണറാണത്. ഒല പെരക്കാരൊക്കെ താത്തയും ഈ മൂന്ന് പെരക്കാരും. എന്തിന് പൈസ ഒക്കെ ഓലിട്ട് കാണും വെള്ളം കണ്ടപ്പോൾ. അതാണ് ഞങ്ങളെ വീട് കണ്ടോ. വീടും ഇതല്ല ഇത് ആ ഓട് വീട്. ഇതെന്താണിത്? പിന്നെ ഇട്ട ചുരിദാർ ഞാൻ പുതിയത് അടിച്ചാട്ടോ. ഇന്നലെ രാത്രി കുത്തിയിരുന്ന് അടിച്ചതാണ്. ഇന്ന് നമുക്ക് മീറ്റിങ്ങിന് പോകണമല്ലോ എന്ന് വിചാരിച്ച് കുത്തിയിരുന്ന് അടിച്ചതാണ്. അപ്പോൾ ഞാൻ മാക്സി സീലോണ്ട് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീനെക്ക് ഇതുവരെ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വീനെക്കൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇട്ട് നോക്കിയതാണ്. പിന്നെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബദാം പൊറുക്കി വെച്ച് തന്നിട്ടോ. മൂപ്പർക്ക് കഞ്ഞി കൊടുക്കാൻ പോകുമ്പം അവിടെ 2 ബദാം മരമുണ്ട്. അവിടെ നിറയെ ബദാം ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നുള്ളി പൊറുക്കി കൊണ്ടുവന്നതാണ്. പണ്ട് ഇതൊക്കെ തന്നെയാണ് പണി. വലിയ കുട്ടികളൊക്കെ ആകണ ആ ഒരു കാലത്തുണ്ടല്ലോ, ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ഇതൊക്കെ തന്നെയാണ് പണി. ബദാം പൊറുക്കി കൊണ്ടുവരും, കുത്തി തിന്നും. ഇതൊക്കെ തന്നെയാണ്. രസമായിരുന്നു അന്നൊക്കെ, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുഴയിലൊന്ന് പോയിട്ട് ഞാനും തുണക്കാരും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് പുഴയിലൊന്ന് പോയി അലക്കാനൊക്കെ ആയിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ വൈകുന്നേരത്ത് ചിലപ്പോൾ പുഴയിലൊക്കെ പോയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നല്ല രസമാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അതിൽ പിന്നെ കുറേ മണലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മണലിലൊക്കെ കളിച്ച് കുറച്ച് നേരം നിന്ന് മക്കളൊക്കെ കൊണ്ടുപോരുമ്പോൾ രസമാണ്. പിന്നെ കുറച്ച് കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാക്കണ ഒത്തിരി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിന്നും കുടിച്ചും വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. നമ്മളെ നാട്ടുമ്പുറം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളെ ADS ആയ ഒരു കാര്യം കൂടി അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ നീക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. പിന്നെ ഹൈപ്പും കൂടി അടിക്കണം. പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം അതാ ഇങ്ങനെയുണ്ട് അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെയാണ് കഴിഞ്ഞ്. ഇനിയിപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.